സിന്ധുമോളെ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് ഞാനൊന്നും മിണ്ടിയില്ല. എന്നോടൊന്നും തോന്നരുതേ. സിന്ധുമോളെ സ്നേഹിക്കാനേ എനിക്ക് കഴിയൂ. വരൂ, അവിടെ ഇരിക്കൂ. ആരാ? സിന്ധുമോളെ, നീ എന്തിനാണ് ഈ പാവത്തിനെ അടിച്ചത്? കണ്ണു കാണാൻ പാടില്ലെത്തിയ പാവം നിന്നോട് എന്ത് തെറ്റ് ചെയ്തു? ക്ഷമിക്കൂ ബാലേന്ദ്ര. സിന്ധു തെറ്റിദ്ധരിച്ച് ചെയ്തു പോയതാണ്. എന്റെ ഒരു അടുത്ത ബന്ധുവാണ്. അവൾക്ക് സംസാരിക്കാനുള്ള കഴിവില്ല. സിന്ധുവിന് വേണ്ടി ഞാൻ ബാലേന്ദ്രനോട് മാപ്പ് ചോദിക്കുന്നു. സാരമില്ല പ്രഭ സിസ്റ്റർ, എനിക്കതിൽ വേദനയൊന്നുമില്ല. സിന്ധുമോൾ ഇഞ്ചക്ഷൻ എടുത്തിട്ട് വീട്ടിൽ പോയിക്കോ. മുടങ്ങാതെ വരണം. സിന്ധുവിന്റെ വീട് എവിടെയാ? എന്താ സിന്ധു കാറിൽ? പ്രഭ സിസ്റ്റർ പറഞ്ഞയച്ചതാ. സിന്ധുവിന്റെ ആരാ? ജ്യേഷ്ഠൻ. പേര്? രവിപ്രസാദ്. എന്റെ പേര് ബാലേന്ദ്രൻ. കാഴ്ചശക്തി ഇല്ല, ഞാൻ ചികിത്സയിലാണ്. ബാലേന്ദ്രൻ എനിക്ക് മനസ്സിലായില്ലല്ലോ. ഞാൻ മംഗലത്ത് വീട്ടിലെയാ. രാമകൃഷ്ണ മുതലാളിയുടെ മകൻ. ഓ, അത് ശരി. എനിക്ക് ദിവസവും ഹോസ്പിറ്റലിൽ പോകേണ്ടതുണ്ട്. എന്നെങ്കിലും കാഴ്ച കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ. അപ്പോ നിങ്ങളെല്ലാം നേരിൽ കാണാമല്ലോ. വിരോധമില്ലെങ്കിൽ നാളെ മുതൽ ഞാൻ സിന്ധുവിനെ ആശുപത്രിയിലേക്ക് കൂട്ടിക്കൊണ്ടു പോകാം. എനിക്ക് ഒരു ബുദ്ധിമുട്ടുമില്ല. എന്നും രാവിലെ 9 മണിക്ക് ഞാൻ വരാം. പ്രഭ സിസ്റ്റർ പറഞ്ഞിട്ടാ. അവന്റെ അഡ്രസ് കണ്ടുപിടിച്ചു. നടരാജൻ, എന്റെ അമ്മാവന്റെ മകൻ. ആഹാ, ജോലി എങ്ങനെയുണ്ട്? സുഖം തന്നെയല്ലേ? എന്നൊക്കെയല്ലേ ഇതിലുള്ളൂ. നീ പറയുന്ന മാതിരി ഒന്നും ഇതിലില്ലല്ലോ. വേണ്ട, അവനെ നിനക്കറിയില്ല. എനിക്ക് പേടിയാകുന്നു. നീ ഇത്ര ഭീരുവായാലെങ്ങനെയാ? ഞാനുണ്ടല്ലോ നിന്റെ കൂടെ. പിന്നെ കുറച്ച് അകലെയാണെങ്കിലും നിന്റെ കെട്ടിയവന് വിടില്ലേ? ധൈര്യമായിരിക്കും. ഞാൻ പറഞ്ഞിട്ടില്ലേ, എന്തും ചെയ്യാൻ മടിക്കാത്ത ദുഷ്ടനാണവൻ. നിനക്കൊരു കുഴപ്പവും ഭീമാപ്പള്ളി ബീവി വരുത്തൂല. ബാബുമോൻ തനിച്ചല്ലേ ഉള്ളൂ. ഞാൻ വീട്ടിലോട്ട് ചെല്ലട്ടെ? ഡ്രൈവർ, വണ്ടി ബീച്ചിലേക്ക് വിടും. സിന്ധു, എന്നെ ഒന്ന് കടൽ തീരത്തേക്ക് കൊണ്ടുപോകാം. ഇതല്പം അതിൽ കടന്ന് കൈയായി പോയെന്ന് എനിക്കറിയാം. ഇതുവരെ കൂട്ടില്ലാതിരുന്നവനാണ് ഞാൻ. ഒറ്റപ്പെട്ടവനെന്നൊരു തോന്നലായിരുന്നു. ഇപ്പോ എനിക്കൊരു കൂട്ടുകാരിയെ കിട്ടി. തിരമാലകളോടൊത്ത് കളിക്കുന്നത് എനിക്ക് എന്ത് ഇഷ്ടമാണെന്ന്. ഇരിക്കൂ. ഉദയാസ്തമയങ്ങളും നിലാവും നക്ഷത്രങ്ങളും മഴവില്ലും. സിന്ധു, എന്തെന്ത് സൗന്ദര്യങ്ങളാണ് ഈ ഭൂമിയിൽ. സിന്ധുവിന് സംസാരിക്കാൻ കഴിവുണ്ടായിരുന്നെങ്കിൽ സിന്ധുവിന്റെ കണ്ണുകളിലൂടെ ഈ പ്രകൃതി സൗന്ദര്യം മുഴുവൻ ഞാൻ ആസ്വദിക്കുമായിരുന്നു.
മറ്റൊന്നും കണ്ടില്ലെങ്കിലും സിന്ധുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതിയായിരുന്നു. സിന്ധുവിനോട് ഞാനൊരു കാര്യം പറയട്ടെ. എന്നെ വെറുക്കരുത്. എന്നോടൊന്നും തോന്നുകയും വരുത്. എനിക്ക് സിന്ധുവിന് ഇഷ്ടമാണ്. സിന്ധുവിന് എന്നെ ഇഷ്ടമാണ്. ആണെങ്കിൽ ഈ കയ്യിലൊന്ന് തൊടും. മോനെ, അമ്മ, മോനെ. കൊള്ളാവോ മോനെ? അടുത്ത മാസം ശമ്പളം കിട്ടുമ്പോ അമ്മ മോനൊരു നല്ല സമ്മാനം വാങ്ങിച്ചു തരും കേട്ടോ. എനിക്കറിയാമല്ലോ. എന്നാണതെന്താ? എനിക്ക് അമ്മ നിനക്ക്? എനിക്ക് ഒരു അനിയത്തി തരാമോ? വസന്തനും സുരേഷിനും ജോണിക്കും ഒക്കെ അനിയത്തിമാരുണ്ട്. എനിക്ക് മാത്രമല്ലല്ലോ. അടുത്ത മാസം അമ്മ എനിക്കൊരു അനിയത്തിയെ തരാമോ? പോടാ. ഞാൻ അന്നേ പറഞ്ഞതാ ഇത്തരം പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. ഇത് റോസാ പൂവല്ലേ? ജമന്തിപ്പൂ. ഇത് മുല്ലപ്പൂ. എന്ത് നല്ല മണമാണല്ലേ മുല്ലപ്പൂവിന്. എനിക്ക് പൂക്കൾ എന്ത് ഇഷ്ടമാണെന്ന്. നല്ല ഭംഗിയാണല്ലേ പൂക്കളെ കാണാൻ. സിന്ധു ഭാഗ്യവതിയാണ്. സിന്ധുവിന് എല്ലാം കാണാമല്ലോ. എന്റെ മുമ്പിൽ വെറും ഇരുട്ട് മാത്രം. ആ ഇരുട്ടിനപ്പുറത്തുള്ള എന്റെ സിന്ധുവിനെ ഒന്ന് കാണാൻ ഒരു കണ്ണെങ്കിലും എനിക്കുണ്ടായിരുന്നെങ്കിൽ.